ഹായ്, ഞാൻ വീണ്ടും വന്നു മൊബൈൽ ടിപ്പും കൊണ്ട്. സ്പേസ് ടിപ്പ് തന്നെയാണ്, നല്ലോണം സ്പേസ് കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ സാവധാനം ചെയ്യേണ്ടതാണ്. അപ്പോൾ സമയമില്ലാച്ചെങ്കിൽ അത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചുള്ളൂ, പിന്നീട് കാണാം. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നല്ല തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ടിപ്പ് ഏതാണെന്നുള്ളത് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കാണാനോ സേവ് ചെയ്യാനോ പറ്റും. അപ്പോൾ ഇതിനാണ് ഡിമാൻഡ് എന്നുള്ളതുകൊണ്ടാണ് ഇത് എപ്പോഴും പറഞ്ഞു തരുന്നത്. മറ്റുള്ളതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് തൊട്ടിട്ട് ഞാനൊരു ഫ്രീ ആപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ എഡിറ്റിംഗ് തൊട്ടിട്ട് മീൻസ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഏതൊക്കെ എന്നുള്ളത് പറഞ്ഞുതരാം. എൻ്റെ അറിവിന് അനുസരിച്ചുള്ളതാണ് കേട്ടോ. വലിയ ഹൈ ഇതൊന്നും വിചാരിക്കേണ്ട. ചെറിയ നമുക്ക് ആരെ ആശ്രയിക്കാണ്ട് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഒരു പൈസയൊന്നും ചിലവാക്കണതാവില്ല കേട്ടോ. ഫ്രീ ആപ്പ് ഞാൻ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടിപ്പ് ശ്രദ്ധിച്ച് കേട്ട് സാവധാനം ചെയ്യുക. അപ്പോൾ ടിപ്പിലേക്ക് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കണേ. ഇഷ്ടമായെങ്കിലും പറയണേ. അപ്പോൾ തുടങ്ങല്ലേ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സാധാരണ ഓപ്പൺ ചെയ്യണ മാതിരി. ഇവിടെയൊന്നും അത്ര കുഴപ്പമില്ല, പേടിക്കുകയേ വേണ്ട. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ആ പേജ് ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്യുമ്പോൾ സൈഡിലെ 3 ഡോട്ടില്ലേ, ആ ഡോട്ടിൽ, ആ കാണിക്കുന്ന ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജ് ഓപ്പൺ ആവും. ആ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലാസ്റ്റിൽ കാണില്ലേ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പേജ് ഓപ്പൺ ആവും. ഏറ്റവും മുകളിലില്ലേ ഡിലീറ്റ്, ആ ഒരു അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെയും പേജ് ഓപ്പൺ ആവും. അതിൽ ഈ ക്യാച്ച് അത് മാത്രമേ ബോക്സ് മാത്രമേ ക്ലിക്ക് ചെയ്യാവൂ. മറ്റ് ബോക്സുകൾ മുകളിലും താഴെയും ബോക്സുകളുണ്ട്, അതൊന്നും ക്ലിക്ക് ചെയ്യണ്ട. അപ്പോൾ ആദ്യം 1 MB കാണിച്ചത് ഇതൊക്കെ 1000 കാണിച്ചെടുത്ത് ക്ലിക്ക് ചെയ്ത് ഓൾ ടൈം ആക്കുമ്പോൾ അത് 14 MBയോളം സ്പേസായി. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലുള്ള ബോക്സ് ഒന്നും ക്ലിക്ക് ചെയ്യരുത്. ടിക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റേ ഇത് മാത്രം ഒരു ബോക്സല്ലേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒക്കെ വരും, അതും ഡിലീറ്റ് അമർത്തുക. കാരണം അതിലത്തെയൊക്കെ കളഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ ഡിലീറ്റ് പിന്നെ അമർത്തുമ്പോൾ എല്ലാം പോകും. കേച്ചേ മാത്രമേ പോളൂ, വേറെ ഒന്നും പോവില്ല. ബോക്സ് ഞാൻ പറഞ്ഞ മാതിരി അതിൽ മാത്രമേ ടിക്ക് ചെയ്യാവൂ. അപ്പോൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.